ദ സ്പൈഡർ ബോയ് ഓഫ് അർജന്റീന ജൂലിയൻ ആൽവാരസ് അദ്ദേഹം കറക്റ്റ് ടൈമിൽ റൈറ്റ് ടൈമിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് എപ്പോഴാണ് അദ്ദേഹത്തെ ആവശ്യം വന്നത്, മനോഹരമായ ഒരു ഗോളുമായിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നിട്ടുള്ളത്. അതായത് ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡിനെതിരെ അർജന്റീന സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയത്ത് നിർണായക ലീഡ് കൊടുത്തിട്ട് അർജന്റീനയെ സെമി ഫൈനൽ എത്തിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് അതിനുശേഷം ലൗട്ടറോ മാർട്ടിനസിന്റെ ഗോൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നിർണായകമായ ആ ഒരു ഗോൾ വന്നിട്ടുള്ളത് ജൂലിയൻ അൽവാരസിന്റെ കാലിൽ നിന്നാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു, ബാക്ക് ടു ട്രാക്ക്. അർജന്റീന ഫാൻസിന് ഭയങ്കര ഹാപ്പി ആയ ഒരു ടൈമാണ്. കാരണം ഈ വേൾഡ് കപ്പിൽ ഒരു ഗോൾ പോലും സ്കോർ ചെയ്യാതെ ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടായി നിൽക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷേ ഇപ്രാവശ്യം കിടിലൻ ഒരു ലോങ് റേഞ്ചറോട് കൂടി അദ്ദേഹം ഫോമിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ സ്വിറ്റ്സർലൻഡിനെ തകർത്തുകൊണ്ട് അർജന്റീന നെക്സ്റ്റ് റൗണ്ട് സെമി ഫൈനൽ കൺഫേം ചെയ്തിട്ടുണ്ട്. സെമി ഫൈനൽ ഇംഗ്ലണ്ടാണ് അർജന്റീനയെ നേരിടാൻ പോകുന്നത്. അപ്പം മറ്റൊരു ഗ്ലാമർ പോരാട്ടം കൂടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ അർജന്റീന മാച്ചുകൾ പോലെയല്ല ഇപ്രാവശ്യം അർജന്റീനയെ സ്വിറ്റ്സർലാൻഡ് ശരിക്കും വെള്ളം കുടിപ്പിച്ചു. അതായത് പൊസഷൻ പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കളി മാറിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഫോർവേഡായ എംബോളോക്ക് റെഡ് കാർഡ് കിട്ടി. ക്ലിയർ റെഡ് കാർഡാണത്. റെഡ് കാർഡ് എന്ന് പറഞ്ഞാൽ 2 യെല്ലോ കാർഡാണ്. അങ്ങനെ ഒരുമിച്ച് റെഡ് കാർഡ് കിട്ടിയതാണ്. അത് ക്ലിയർ യെല്ലോ കാർഡാണ്. അദ്ദേഹം പ്യൂവർ ഡൈവിംഗ് ആണ് ചെയ്തത്. അനാവശ്യമായി വാങ്ങിയതാണ്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ മേ ബി കളിയുടെ സ്കോർ വേറെ രീതിയിൽ അല്ലെങ്കിൽ ടൈറ്റ് ഗെയിം ആകുമായിരുന്നു. അതിനുശേഷം സ്വിറ്റ്സർലാൻഡിൻ്റെ മത്സരത്തിൽ ഒരു ചാൻസ് ഉണ്ടായിട്ടില്ല. അർജന്റീന ആ ഒരു അവസരം മുതലെടുത്ത് തന്നെ പറയാം. തികച്ചും സ്വിറ്റ്സർലാൻഡിനെ ഇല്ലാണ്ടാക്കി കളഞ്ഞു അതിനുശേഷം. അതുവരെ സ്വിറ്റ്സർലാൻഡ് നല്ല മുൻതൂക്കത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു. അർജന്റീനയുടെ ടാക്ടിക്സ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചു വന്ന പോലെയായിരുന്നു സ്വിറ്റ്സർലാൻഡിന്റെ കളി ആദ്യം ഉണ്ടായിരുന്നത്. സ്വിറ്റ്സർലാൻഡ് നല്ല രീതിയിൽ അർജന്റീനയെ വിഷമിപ്പിച്ചു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർ അനാവശ്യമായി ചോദിച്ചു വാങ്ങിയ റെഡ് കാർഡ് അവരുടെ നാശത്തിലേക്ക് തന്നെ പോവുകയാണ്. പിന്നെ റഫറിനെ കുറിച്ചൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയി പറയാം. കിഡിലൻ റഫറിങ്, പോർച്ചുഗീസ് റഫറി, അടിപൊളി റഫറിങ്. ഇതുവരെ കണ്ട മാച്ചുകളിലെല്ലാം തന്നെ അർജന്റീനയുടെ മാച്ചിലെല്ലാം കിഡിലൻ റഫറിങ് ആണ്. എല്ലാം ഫെയർ ഡിസിഷൻസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റിൽ രേഖപ്പെടുത്താം.